Hi, Namaste, welcome back to my channel, welcome back to WinTrader. ട്രേഡിങ്ങിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രാറ്റജി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി പൂർണ്ണമായിട്ടും വിജയം നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അതിന് കുറച്ച് നമുക്ക് ലോജിക്സും കൂടെ ഉപയോഗിക്കണം. മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഒരിക്കലും മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് തരാൻ ശ്രമിക്കില്ല. നമുക്ക് ആ പ്രോഫിറ്റ് മാർക്കറ്റ് എങ്ങനെ നടക്കുന്നു എന്ന് ആ മൊമെൻ്റ് അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റണം. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റ് പോകത്തില്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടു കാണും മാർക്കറ്റ് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഡൗണിലാണ്. എല്ലാവരും ആക്ച്വലി ഒരു വലിയ ഒരു ആശ്ചര്യമായിട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക മാർക്കറ്റ് എന്താണ് ഒരു 3 ദിവസമായിട്ട് ഡൗൺ ആയി. നമ്മൾ പ്രഡിക്ഷനിൽ നിന്നും അപ്പുറത്തേക്ക് മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് ഇറങ്ങുവാണ്. അപ്പം ഇങ്ങനത്തെയുള്ള നമ്മുടെ പ്രഡിക്ഷൻ ഒന്നും അവിടെ സക്സസ് ആവത്തുമില്ല. പക്ഷേ അതിനാണ് നമുക്ക് ആക്ച്വലി നമ്മൾ മാർക്കറ്റ് എങ്ങനെ പോകുന്നു ആ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റണം. അപ്പോൾ സോഫ്റ്റ്വെയർ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് നേടണം അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ സോഫ്റ്റ്വെയർ പറയുന്ന ആ ഒരു കൺഫർമേഷൻ ലെവൽസ് അത് പാലിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല ചെറിയ അതായത് നമുക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പോയിന്റ്സ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹ്യൂജ് ലോസിലേക്ക് പോകുന്നതും നമുക്ക് ഒഴിവാക്കാൻ കിട്ടും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുറച്ച് മെത്തേഡ്സ്, അതായത് നമുക്ക് ലോസ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു മെത്തേഡ്സ് എങ്ങനെയാണ് നമുക്ക് ലോസ് ഉണ്ടാകുന്നത് ആ ഒരു ലെവൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് അതിന് പല കാരണങ്ങളുണ്ട് നമുക്ക് ആക്ച്വലി. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പോൾ സിഗ്നൽസിൽ ഒരു ലോസ് ഉണ്ടാകാൻ പറ്റുന്ന കുറച്ച് സാധ്യതകളുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈഡ് വേസ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽ സിഗ്നൽ നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് നിഫ്റ്റിയുടെ കഴിഞ്ഞ 7 ഡേയ്സ് ലാസ്റ്റ് 7 ഡേയ്സിൻ്റെ പെർഫോമൻസും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതായത് നിഫ്റ്റി ലാസ്റ്റ് 7 ഡേയ്സിൽ എത്ര പെർഫോമൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. ഓക്കെ, അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്നെ കോൾ ചെയ്യുകയും കൂടെ വേണം, എന്നെ വാട്സപ്പ് ചെയ്യണം, ഡെമോ വേണമെങ്കിൽ. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ ഒരു 13 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സക്സസ്ഫുൾ ആയ സ്ട്രാറ്റജിയുടെ നമുക്ക് ആക്ച്വലി ഒരു ഡെമോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും ലൈവ് മാർക്കറ്റിൽ വിളിക്കേണ്ട നമ്പർ നോട്ട് ചെയ്തോളൂ 81390904. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഇൻട്രാഡേ ടൈമിങ്ങിൽ 5 മിനിറ്റ്സിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത്. 5 മിനിറ്റ്സിൻ്റെ പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പോയിന്റ്സുകളുണ്ട്. അപ്പം നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയം നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അപ്പം ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ള 2-3 സാധ്യതകൾ ഞാൻ പറഞ്ഞാൽ, ഒന്ന് ലോങ് ക്യാൻഡിൽ ഓപ്പണിംഗ്, ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇല്ല. അപ്പം ലോങ് ക്യാൻഡിൽ അടിച്ചു കയറുമ്പോൾ നമുക്ക് ആക്ച്വലി സിഗ്നൽസ് കൺഫർമേഷൻ തന്നാലും അവിടെ ചെറിയ രീതിയിൽ ഒരു റിവേഴ്സൽ പോയിട്ടേ നമുക്ക് ആക്ച്വലി കയറത്തുള്ളൂ. അപ്പം പാനിക്കായിട്ട്, അതായത് പെട്ടെന്ന് ഒരു ശാലം ലോസ് കണ്ടുകഴിഞ്ഞാൽ അപ്പം ഒരു സെൻറ്റിമെൻറ്റ്സ് വഴി പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ലോസ് ഉണ്ടാകും. അതൊരു സാധ്യത. ഇതേപോലെ രണ്ടാമത്തെ സാധ്യത, നമ്മുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി സിഗ്നൽസ് തന്ന് കൺഫർമേഷൻ തരാതിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി കുറച്ച് ഈ സിഗ്നൽ തന്നെ നോക്കിയേ, സിഗ്നൽ തന്നിട്ടുണ്ട്, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു 10-30 പോയിന്റ് ഇവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പിന്നെ വിളി വരും, അപ്പോൾ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, പക്ഷെ അവിടുന്ന് ഡൗൺ ഇറങ്ങാണല്ലോ എന്താണ് എന്നുള്ള പോർഷനിലൊക്കെ നമ്മൾ ആക്ച്വലി മൈൻഡിൽ റിമൈൻഡ് ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷെ അവിടെ സോഫ്റ്റ്വെയർ നമ്മൾ സിഗ്നൽസ് തരുന്നത് തന്നെ ഒരു ഡൗൺ സാധ്യതയുള്ളപ്പോഴാണ്. പക്ഷെ അവിടെ കൺഫർമേഷൻ സോഫ്റ്റ്വെയർ തരാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ റിസ്കിയാണ്. അതൊരു ഇൻഡിഫിക്കേഷൻ ആണ്, നമുക്ക് ഇൻഡിഫിക്കേഷൻ സിഗ്നലാണ്. റിസ്കി ഏറ്റെടുക്കാൻ തയ്യാറായവർക്ക് നമുക്ക് ആക്ച്വലി ആ പൊസിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ആക്ച്വലി ട്രേഡിങ്ങേ ഒരു റിസ്ക് ആണ്, പക്ഷെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. പക്ഷെ അവിടെ ഒരു റിസ്കി പോയിന്റ് റിസ്ക് ഫാക്ടർ ഉണ്ടെന്നാണ് നമ്മുടെ സോഫ്റ്റ്വെയർ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊരു കാരണം. പിന്നെ അതുമാത്രമല്ല സിഗ്നൽസ് കുറേ സൈഡ് വേസിന് ശേഷം കൺഫേം ആവുന്ന സിഗ്നൽസൊക്കെ ഒരു റിവേഴ്സ് പോകാനുള്ള സാധ്യത. അവിടെ ലാസ്റ്റ് പൊസിഷനിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറത്തെ സൈഡ് വേസിന് ശേഷം ചിലപ്പോൾ കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചെറിയൊരു പോയിന്റ് തന്നിട്ട് ഇപ്പോൾ ഇത് കണ്ടില്ലേ,
ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല ഈ സിഗ്നൽസിന്. പക്ഷേ ഇത് ആക്ച്വലി സിഗ്നൽസ് തന്ന് ഒരു 12:30 തന്നിട്ട് അപ്രോക്സിമേറ്റ് കൺഫേം ആയി വന്നപ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കൺഫേം ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ പോർഷൻസൊക്കെ ചിലപ്പം റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലത്തെയൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലോജിക്സ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് അത്. ഒരു ചെറിയ പോയിന്റ് നമ്മൾ ലാർജ് ടാർഗറ്റ് സൈഡ് വേസ് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ടെന്നാണ് ഇതിനകത്ത് അർത്ഥം. അല്ലാത്ത സിഗ്നൽസ് ഇന്നത്തെ പോയിന്റ് പോലെ ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ കണ്ടു കാണും. ഇന്നത്തെ മാർക്കറ്റ് പോലെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ആയിരിക്കും പോയിരിക്കുക. ഇപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സെൽസികൾ തന്നു കൺഫേം ആയി, ഒരു വൺ സൈഡ് മൊമെൻറ്റോ ഒരു സൈഡ് വേ പോലും ഇല്ല. ഇതുപോലത്തേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള അതായത് നല്ല മൊമെൻറ്റുകളാണ്. അപ്പോൾ അതുപോലത്തെ സിഗ്നൽസ് ഒക്കെ നമുക്ക് 3 ടാർഗറ്റല്ല അതിലും കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നുള്ള ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് വാരി കൊണ്ടുപോകാം അതുപോലത്തെ സിഗ്നൽസിനൊക്കെ. ഓക്കെ, അവിടെയാണ് നമ്മുടെ ലോജിക്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 3 സാധ്യതകൾ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ക്യാൻഡിൽ ഓപ്പണിംഗ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കയറി എടുക്കരുത്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ലോങ് ക്യാൻഡിലാണ്. അപ്പം നമ്മൾ കൺഫേം ആയെന്ന് പറഞ്ഞ് രണ്ടാമത്തെ സിഗ്നൽ കയറി ചില പോയിന്റുകൾക്ക് ഇപ്പം ഇന്ന് ഡൗണിലേക്ക് ഇറങ്ങി, പക്ഷേ എല്ലാ പോയിന്റുകളും ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒന്ന് റിവേഴ്സ് പോയിട്ടേ അത് ആക്ച്വലി മാർക്കറ്റ് ഒരു ഇതിലേക്ക് തിരിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു തരാം, അതുപോലത്തെ സിഗ്നൽസും കാണിച്ചും തരാം. ഇതോ ഈ സിഗ്നൽസ് നോക്കിയാട്ടെ. ഈ സിഗ്നൽസ് അപ്രോക്സിമേറ്റ് മൊമെന്റ് ഒരു 12 ഡിസംബറിനകത്ത് ആക്ച്വലി വന്നിരിക്കുന്ന പൊസിഷനാണ്. ഇതിനകത്ത് ഇപ്പം ആക്ച്വലി നമുക്ക് സിഗ്നൽസ് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന ലെവലിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ്. അവിടെ അത് കൺഫേം ആയിട്ടുണ്ട്, പക്ഷേ അത് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ റിവേഴ്സ് പോയി ഇതുപോലത്തെ പോയിന്റിലൊക്കെ നമ്മൾ ഒരു ഡൗൺ ഒരു ലോങ് ക്യാൻഡിൽ ഓപ്പണിങ്ങിലൊക്കെ എപ്പോഴും രണ്ടാമത്തെ ക്യാൻഡിൽസ് കയറി എടുക്കരുത്. ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ. അതേപോലെ ഇടയ്ക്കും വരും അതേപോലത്തെ ലോങ് ക്യാൻഡിൽസ് ഓപ്പണിങ്. ഇടയ്ക്ക് ഇതുപോലത്തെ ലോങ് ക്യാൻഡിൽസ് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചാൻസുകൾ ഇതിനകത്ത് വരാറുണ്ട്. ഇത് കണ്ടോ, ഈ പോർഷൻ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു പോർഷനാണ്. ഇവിടെ ഇടയ്ക്ക് വന്നതാണ് മാർക്കറ്റിന് ഇടയ്ക്ക്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ഇവിടുന്നാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങി. ഇപ്പോൾ ഈ പോർഷനിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കൺഫേം ആയി എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ നമുക്ക് റിസ്ക് ഫാക്ടറാണ്. കാരണം അവിടെ നമ്മൾ ആ സമയത്ത് ലോജിക് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ പോർഷൻ എല്ലാം പോകും. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതേപോലത്തെ പോയിന്റുകളൊക്കെ നമുക്ക് മെയിനായിട്ട് ഒഴിവാക്കാം. ഇത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുറേ നേരം സൈഡ് വേസ്, അതായത് സൈഡ് വേസ് വന്നിരിക്കുന്ന പോർഷൻ. ഇപ്പം ലോങ് സൈഡ് വേസ് ഇപ്പം ഈ മൊമെന്റ് അപ്രോക്സിമേറ്റ് ഒരു 14 ഡിസംബറിലാണ്. ഇതിനകത്ത് സെൽസികൾ വന്ന് കൺഫേം ആയത് ഇവിടെ നിന്നാണ്. ഒരു 1 മണിക്കൂർ ശേഷം കുറേ നേരം കഴിഞ്ഞതിന് ശേഷം കൺഫേം ആയ സിഗ്നൽസ് ഒക്കെ അതും ഇടയ്ക്ക് റിവേഴ്സ് പോകാൻ സാധ്യതകളുണ്ട്. അതുപോലത്തെയും ഒരു ചാൻസ് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവല്ല എന്നല്ല പറയുന്നത്. ചിലപ്പം അത് 3 ടാർഗറ്റും അടിക്കില്ല, കാരണം അതിന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് ഭൂരിഭാഗം റിവേഴ്സ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ ടൈം അപ്രോക്സിമേറ്റ് ഒരു 80% അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതല്ലാതെ തന്നെ പിന്നെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് വന്ന് പിന്നെ കൺഫേം ആകാതെ റിവേഴ്സ് പോയിട്ട് പിന്നെ ആകുന്ന പോർഷൻസ്, അതും ഇതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ തന്നെ ഇന്നിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. ഇന്ന് എന്താണ് ഒരു കഴിഞ്ഞ 7 days ആയിട്ടുള്ളിൽ നമ്മുടെ നിഫ്റ്റി കാണിച്ച പെർഫോമൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. പ്രോഫിറ്റ് ആണ് ലോസ് ആണ്, എത്ര സിഗ്നൽസ് റിവേഴ്സ് പോയിട്ടുണ്ടെന്നുള്ളതും എത്ര പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോറി. അപ്പം നെക്സ്റ്റ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചിരിക്കുന്ന ഇന്നത്തെ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പണായി റെഡ് കളർ ഡൗൺ ആരോ സെൽസുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റെഡ് കളർ ഡൗൺ ആരോ വന്ന സമയത്ത് 9:20 18,077 ഇതാണ് എൻട്രി പോയിന്റ്. ടാർഗറ്റ് നമ്മൾ എൻട്രി എടുത്ത പോയിന്റ് സപ്പോർട്ട് ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ നിന്നാണ് 18,048 എടുത്തു. അവിടെ നേരെ താഴെ 197 പോയി വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. 3 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് 3 അടിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത പോയിന്റ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തപ്പോൾ വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു എക്സ്പേർട്ട് ട്രേഡേഴ്സൊക്കെ ആക്ച്വലി ചെറിയ പോയിന്റ് എടുത്തിട്ട് ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്താണ് സാധാരണ വരാറ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണേ ചെയ്യാം. ഇവിടുന്ന് ഒരു 10-40 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എൻട്രി ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം, പിന്നെ എൻട്രി ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 3 ട്രേഡ് ഇതിൽ നിന്ന് കിട്ടും. കണ്ടിന്യൂഷൻ ചെയ്യുന്നപ്പം കുറച്ചുകൂടെ നമുക്ക് മൈൻഡിലൊരു സഹനശക്തി ഉള്ളവർക്കൊക്കെ എന്ന് പറയും. അതായത് പെട്ടെന്ന് ചെറിയ ചെറിയ പോയിന്റിലൊക്കെ പാനിക് ആവുന്നവർക്കല്ല, കുറച്ചുകൂടെ സഹനശക്തി ഉള്ളവർക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ധൈര്യമായിട്ട് ഈ താഴത്തെ കൺഫർമേഷൻ ബാർ ചേഞ്ച് ആകുന്നത് വരെ നമ്മുടെ ഹോൾഡ് ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ 15 മിനിറ്റിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ 15 മിനിറ്റിൽ റിസ്ക് ഫാക്ടർ ഉള്ളതാണ്.
അത് മൈൻഡിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ഇതിപ്പോൾ 3 ദിവസമായിട്ട് അങ്ങനെ റിസ്ക് ഏറ്റെടുക്കുന്നവർക്കെന്നേ ആക്ച്വലി വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രേഡിങ്ങിൽ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനകത്ത് വിജയിക്കണമെങ്കിൽ ഒരു ചെറിയ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ജോലിക്കാരൊക്കെ ഇപ്പോൾ ഒരേ ലെവലിൽ പോകുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഹൈക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും ഒരു ബിസിനസ് മാനിന് അത്രയും ഒരു പ്രോഫിറ്റ് നമുക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടാണ്? ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുത്തവർക്കേ വിജയിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം റിസ്ക് ഏറ്റെടുക്കണം എന്നല്ല പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പം 15 മിനിറ്റ്സ് നമുക്ക് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വന്നു പോയാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നവർക്കൊക്കെ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി 482 പോയിന്റ്സ് ഒക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ അപ്പോൾ ഇതിന് മുമ്പായിട്ടുള്ള അപ്പം ഞാൻ ഇന്ന് കാണിച്ചപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെയും ഇതേപോലെ തന്നെയാണ്. അപ്രോക്സിമേറ്റ് സെൽ സിഗ്നൽ വന്ന് മോർണിംഗിൽ സപ്പോർട്ട് ക്രോസ് ചെയ്ത് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന സിഗ്നൽസ് ആക്ച്വലി സൈഡ് വേസ് വന്ന് കുറച്ച് കൺഫേം ആയി ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോവുകയാണ്. മാർക്കറ്റ് ക്ലോസിങ്ങിലായിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റേ അടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഒരു സെൽ സിഗ്നൽ അപ്രോക്സിമേറ്റ് ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സെൽ സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞൊരു സെൽ സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് കുറേ നേരം സൈഡ് വേസ് പോയതിന് ശേഷമാണ് അവിടെ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്കിവിടെ വന്ന സെൽ സിഗ്നലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇതിപ്പോൾ ഇത് വന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 21 ഡിസംബറിൽ വന്ന സെൽ സിഗ്നൽ. കുറേ നേരത്തിന് ശേഷം സൈഡ് വേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് സൈഡ് വേസ് ആയിരുന്നു. അപ്രോക്സിമേറ്റ് മോർണിംഗിൽ സിഗ്നൽസ് വന്നിട്ട് 9:30 ശേഷം വന്ന സിഗ്നൽസ് കൺഫേം ആയി വന്നിരിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ അത്രയും നേരം കഴിഞ്ഞ് വന്ന സൈഡ് വേസും ഇതും ഇപ്പം മാർക്കറ്റ് ഇത് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഇതുപോലത്തെ സിഗ്നൽസ് ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെ റിവേഴ്സ് പോകുന്ന സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇതിന് മുമ്പ് വന്ന സിഗ്നൽസും അന്നും ഗ്യാപ്പ് ഡൗൺ മുമ്പെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 20 ഡിസംബറിൽ മോർണിംഗിൽ ഇതും 2 സിഗ്നൽസും 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. മോർണിംഗിലെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയിക്കഴിഞ്ഞ ശേഷം ഒരു ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങുമായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസൊക്കെ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ഗ്യാപ്പ് ഡൗണിൽ സപ്പോർട്ട് ക്രോസ് ചെയ്തതിന് ശേഷം വേണം എടുക്കാം. പക്ഷേ ഇവിടെ ഒരു ഹ്യൂജ് ഡൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്, പെട്ടെന്ന് സഡൻ ഡൗൺ. അപ്പോൾ അതുപോലത്തെ സിഗ്നൽസ് ഒക്കെ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ റേഞ്ച് ബൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് രണ്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഹ്യൂജ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ആ പോർഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 2ാമത്തെ 3ാമത്തെ ക്യാൻഡിൽ എടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊരു നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഏരിയ ആണിത്. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ബൈ സിഗ്നൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് കുറേ സൈഡ് വേസിന് ശേഷം കൺഫേം ആയി പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പോയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അവിടെ നിന്നൊരു 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പത്തെ സിഗ്നൽസ് അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 19 ഡിസംബറിലും ഇതുപോലെ തന്നെയാണ് മോർണിംഗിൽ ഒരു ബൈ സിഗ്നൽ വന്നു. പക്ഷെ അന്ന് അത്ര പ്രോഫിറ്റ് അങ്ങോട്ട് കിട്ടിയില്ല, എന്നാലും നമുക്ക് സക്സസ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഔട്ട് പോയത് ഇവിടെ നിന്നാണ് കൺഫേം ആയ ശേഷം റെസിസ്റ്റൻസ്. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ 3ാമത്തെ ക്യാൻഡിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 2ാമത് എടുക്കാം. ഒരു 18,400 നമ്മൾ എടുത്തിട്ട് ഒരു 460 ഒരു 2 ടാർഗറ്റേ അടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല ഇതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞൊരു സെല്ല് വന്നു. സെല്ല് കൺഫേം ആകാൻ പോകുന്ന സമയത്താണ് റിവേഴ്സ് പോയത്, കൺഫേം ആയിട്ടില്ല അവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് ബൈ പിന്നെയും തിരിച്ചു കയറുമായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 2 പോയിന്റ് ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ, ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കാൻ പറ്റില്ല. ഓക്കെ, അതിന് മുമ്പ് അപ്രോക്സിമേറ്റ് 16 ഡിസംബർ താഴെ ഡേറ്റ് കാണാം, ചെറിയൊരു കോളത്തിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു തരാം. 16 ഡിസംബറിലാണ്. അന്ന് ടോട്ടൽ ഇതേപോലെ 3 ട്രേഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് മോർണിംഗ് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പോയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് മോർണിംഗിൽ തന്നെ കിട്ടി. അത് കഴിഞ്ഞ് വന്ന ബൈയും ഒരു ഹൈക്കിൽ എൻട്രി. പക്ഷേ ഇവിടെ 3 ടാർഗറ്റ് അടിച്ചിട്ടില്ല കേട്ടോ, 2 ടാർഗറ്റ് അടിച്ചിട്ട് റിവേഴ്സ് പോവാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് വന്ന സെല്ലും ഒരു നല്ലൊരു പോയിന്റ്, കുറച്ച് പോയിന്റ് 2 ടാർഗറ്റ് അതും നമുക്ക് കിട്ടിയിട്ട് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 15 ഡിസംബറിൽ നല്ലൊരു ഹ്യൂജ് ഒരു ഡൗൺ ഉണ്ടായിരുന്നു, ഫുൾ സൈഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 14 ഡിസംബറിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഗ്യാപ്പ് അപ്പ് ഇല്ല. അതായത് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഔട്ട് വന്ന പൊസിഷൻ ഇവിടെ നിന്നാണ്. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും കയറി എൻട്രി എടുക്കരുത് മോർണിംഗിൽ തന്നെ.
അപ്പോൾ ബ്രേക്കൗട്ട് ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത്. അവിടുന്ന് ഒരു 18,764 ഒരു ചെറിയ പോയിന്റ് പ്രോഫിറ്റ് ഒരു 797 വരെ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് വന്ന സെല്ലും അവിടെ ഒരു നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ദിവസം ഒരു 14 ഡിസംബറിൽ നല്ലൊരു പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അത് രണ്ടും നമുക്ക് ആക്ച്വലി അന്നത്തെ ദിവസം മുഴുവൻ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 13 ഡിസംബറിൽ അതും നല്ല പെർഫോമൻസ്, വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് സെല്ല് വന്നിരുന്നു. സെല്ലും ആക്ച്വലി നമുക്ക് കൺഫേം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പെർഫോമൻസാണ് കാണിച്ചത്. അതിന് മുമ്പ് അപ്രോക്സിമേറ്റ് 9th ഡിസംബർ, 9th അല്ല 12th ഡിസംബറിൽ ഇതേപോലെ വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം അത് സെല്ല് വന്നതും ചെറിയ ടാർഗറ്റാണ്, ബൈ വന്നതും ഒരുപാട് ഗ്യാപ് ഡൗണിന് ശേഷം കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ നല്ല പ്രോഫിറ്റാണ്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് പെർഫോമൻസ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കാണിച്ച ലാസ്റ്റ് 7 ഡേയ്സ്, ഇതിനകത്ത് ഒരു ദിവസം ഒഴിച്ചിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ളത് ഒരു 1 ഡേ നമുക്ക് ആക്ച്വലി ഒരു മാർക്കറ്റ് ട്രെൻഡിങ് അല്ലാത്ത വരും. ബാക്കി എല്ലാ ദിവസവും പെർഫോമൻസ് നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ്, നല്ല പ്രോഫിറ്റ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ടൊരു ഏൺ ചെയ്യാൻ എങ്ങനെ വന്നാലും ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു 5 to 10 റിട്ടേൺസ് എന്തായാലും ഇതിന് ഡെയിലി ഏൺ ചെയ്യാനായിട്ട് ഷുവറായിട്ടും കഴിയും. കാരണം അത് നിങ്ങൾ ഒരു നിങ്ങളുടെ ലോജിക്സും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഷുവറായിട്ട് നല്ല റിട്ടേൺസ് എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡൗട്ട്സിന് വേണ്ടി വിളിക്കുക, ഈ നമ്പറിലേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.